ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പരിപാടിയെ ഭാഗികമായിട്ടെങ്കിലും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായപ്പോഴും ഇന്നും അവിടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അത് നിശ്ചയമായും അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ്. അപ്പൊ ശാശ്വതമായ ഒരു പരിഹാരം ഇത് ഉണ്ടാകാനായിട്ട് ഉപകരിക്കില്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളുണ്ട്. കാരണം ലോക രാഷ്ട്രങ്ങളിലെ മിക്ക രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അംഗീകരിച്ചിരിക്കുന്നു, പാലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. അതേസമയം നൊബേൽ പ്രൈസിൽ കണ്ണു നട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഇപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സ്ഥിതി ശരിക്കും അമേരിക്ക മുന്നിലുണ്ട്. അതേസമയം ഇസ്രയേലിന് മുമ്പിൽ ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു നിലപാടുമാണുള്ളത്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. അപ്പൊ വെച്ചിരിക്കുന്ന 20 ദിന പരിപാടി ശരിക്കും അതിനകത്ത് ഗുണകരമായി തീരുന്ന, ആ 20 ദിന പരിപാടി പ്രായോഗികമല്ല എന്നുള്ളത് ഒരു വശം നിൽക്കട്ടെ, അത് ഗുണകരമായി തീരുന്നത് അമേരിക്കയ്ക്കും ട്രംപിന് മാത്രമായിരിക്കും. ഗസയ്ക്ക് പ്രത്യേകിച്ച് ഗുണകരമായി തീരുമെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. എങ്കിലും അതിനകത്ത് ഷോർട്ട് ടൈം പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വൾണറബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഗസയിലെ ജനങ്ങളുടേത്. അപ്പം പെട്ടെന്നൊരു വെടിനിർത്തൽ, അതുപോലെ അവർക്ക് വേണ്ട ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അവിടെ കിട്ടുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടെടുക്കുന്നതിനും തയ്യാറാകേണ്ട ഒരു സാഹചര്യം ഗസയിൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പാർഷ്യലായിട്ടെങ്കിലും ഹമാസ് അത് അംഗീകരിച്ചത്. അത് അവർ തികച്ചും പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന്. അപ്പോ ഇപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് വെടിനിർത്തുക, അത് ഒരുപക്ഷെ സാധ്യമാണ്. ഹോസ്റ്റേജിന് വിട്ടുകൊടുക്കുക, പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റൻഷനിൽ വെച്ചിരിക്കുന്ന, ഒരു കുറ്റപത്രം പോലും നൽകാതെ വെച്ചിരിക്കുന്ന ഏതാണ്ട് 10,000-ഓളം തടവുകാരുണ്ട് ഇസ്രയേലിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് നമുക്ക് മാധ്യമങ്ങൾ അറിയുന്നത്. ചുരുങ്ങിയത് അതിനകത്തൊരു 3,000 പേരെങ്കിലും ഒരുവിധ കുറ്റാരോപണം നടത്താതെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ സാധ്യമായ ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ സാധ്യമായേക്കാം. അതായത് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും വെടിനിർത്തലും ഒരു പക്ഷത്തു നിന്നും മറുപക്ഷത്തു നിന്ന് ഹോസ്റ്റേജിന് വിട്ടുകൊടുക്കുകയും ഒരുപക്ഷെ സാധ്യമായിരിക്കും. പക്ഷെ ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ്. ഏതാണ്ട് 100 വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ട്രംപ് 72 മണിക്കൂറിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് പറയുന്ന കഴുത്തിന് തൊട്ടുപിറകിൽ ഒരു തോക്കും കൊണ്ട് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇത് വളരെ കാലങ്ങളെടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്ത് തരം സൊല്യൂഷനെയും ഇന്ററിം സൊല്യൂഷനെയും നമ്മളും അന്താരാഷ്ട്ര സമൂഹം കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാകണം. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങളോട് മരിക്കാതിരിക്കട്ടെ, അവിടെ ആഹാരമാർഗം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ.